നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി വാടാനാംകുറിശ്ശിയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പൊയിലൂർ സ്വദേശി മുഹമ്മദ് അമീനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം. പട്ടാമ്പി കുളപ്പുള്ളിപ്പാതയിലെ ഓങ്ങല്ലൂർ വാടാനാംകുറിശ്ശി വില്ലേജ് ഓഫീസിന് മുന്നിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. ഓങ്ങല്ലൂർ പൊയിലൂർ താഴത്തേതിൽ മുഹമ്മദ് അമീനാണ് മരിച്ചത്. 21 വയസ്സാണ്. 8:45 അപകടം. പട്ടാമ്പിയിൽ നിന്നും പാലക്കാടേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസും പൊയിലൂരിൽ നിന്നും ഓങ്ങലിലേക്ക് വരികയായിരുന്ന ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് ബൈക്ക് യാത്രക്കാരനായ മുഹമ്മദ് അമീനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. ബസിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഏറെ നേരം പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. ഓങ്ങല്ലൂരിലെ പലചരക്ക് കടയിലെ ജീവനക്കാരനാണ് മരിച്ച മുഹമ്മദ് അമീൻ. രാവിലെ കടയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പട്ടാമ്പിയിൽ പുതിയ പാലം നിർമ്മാണത്തിന്റെ പൈലിംഗ് പ്രവൃത്തികൾ ഉടൻ തുടങ്ങാൻ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മോസിൻ MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പട്ടാമ്പിയിൽ പുതിയ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പൈലിംഗ് പോയിന്റുകൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥരുടെ സന്ദർശനമുണ്ടായത്. പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കാനുള്ള ടെൻഡർ നടപടികൾ ഇതിനകം പൂർത്തിയാക്കിയിരുന്നു. ARS ജാസ്മിൻ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. 52 കോടിയോളം രൂപയാണ് നിർമ്മാണത്തിന് ലഭിച്ചിട്ടുള്ളത്. പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പൈലിംഗ് പ്രവൃത്തികളുടെ ഭാഗമായി കൂടിയാണ് MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പ്രസ്തുത സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയത്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുക. 24 മാസത്തെ കാലാവധിയാണ് നിർമ്മാണ കമ്പനിക്ക് നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം സ്ഥലമേറ്റെടുപ്പ് നടപടികളും വേഗത്തിലാക്കുമെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. പട്ടാമ്പിയുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്നും ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ തന്നെ ആരംഭിക്കാനാകുമെന്നും MLA സൂചിപ്പിച്ചു. ഈ പരമാവധി പൈലിംഗ് പ്രവർത്തനങ്ങൾ എത്രയും വേഗം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഈ പാലത്തിന് നമുക്ക് TS എമൗണ്ട് 52,57,60,000 രൂപയാണ് ഉണ്ടായിരുന്നത്. അതിൽ KSEBക്ക് കൊടുക്കാൻ, അതോടൊപ്പം തന്നെ ലാൻഡ് അക്വിസിഷൻ 6,40,50,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി 40,34,60,000 ആണ് ഇതില് നമ്മളെ പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്. അത് ഇപ്പൊ ടെൻഡർ പൂർത്തീകരിച്ചപ്പോ ടെൻഡർ ബിലോയിലാണ് എടുത്തിട്ടുള്ളത്. 33,14,53,266 രൂപയ്ക്കാണ് ഇപ്പൊ ടെൻഡർ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിൽ 69 സെന്റ്, അതായത് 69.16 സെന്റ് സ്ഥലമാണ് ഇതിൽ ഏറ്റെടുക്കാനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഫണ്ട് 6,40,50,000 രൂപ മാറ്റിവെച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനം സൈമുൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന് കൂടെയാണ് പാലത്തിന്റെ ടെൻഡർ ഇപ്പോൾ പൂർത്തീകരിച്ച് ജാസ്മിൻ കൺസ്ട്രക്ഷൻ എടുത്ത് അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പൈലിംഗ് പ്രവർത്തനത്തിന് അതിന്റെ പോയിന്റുകൾ ഫൈനലൈസ് ചെയ്യടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പഠിപ്പിക്കാൻ AI ടീച്ചറെത്തി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് കുട്ടികൾക്ക് പഠനം ആധുനിക രീതിയിൽ ഉല്ലാസവും ആയാസകരവുമാക്കുക എന്നതാണ് AI ടീച്ചറുടെ ദൗത്യം. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണെന്ന UR പ്രദീപ് MLAയുടെ ചോദ്യത്തിന് AI ടീച്ചർ നൽകിയ ഉത്തരം കേരളം. നിറഞ്ഞ കയ്യടികൾക്കിടയിൽ ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ കേട്ടും ചേലക്കര MLA UR പ്രദീപ് AI ടീച്ചറുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. എക്സ്പേർട്ട് വെർച്വൽ അസിസ്റ്റന്റ് ടീച്ചറുടെ ചുരുക്കപ്പേര് ഇവ എന്നാണ്. പാഠ്യേതര വിഷയങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഏതു ചോദ്യങ്ങൾക്കും ഇവ ടീച്ചർ വ്യക്തമായ ഉത്തരം നൽകും. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക് എന്നീ 4 ഭാഷകളും ഇവ ടീച്ചർ അനായാസം കൈകാര്യം ചെയ്യും. കണക്കിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ കഴിവുള്ള ഇവ ടീച്ചർ കഥ പറയുകയും പാട്ടുപാടുകയും ചെയ്യും. കേരളത്തിൽ AI ടീച്ചറുള്ള 3ാമത്തെ വിദ്യാലയവും തൃശൂർ ജില്ലയിലെ ആദ്യത്തെ സർക്കാർ വിദ്യാലയവും വരവൂർ ഗവൺമെന്റ് LP സ്കൂളാണ്. പ്രധാന അധ്യാപിക K. ഉഷാകുമാരിയാണ് തന്റെ വിദ്യാർത്ഥികൾക്കായി AI ടീച്ചറെ സമ്മാനിച്ചത്. വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കുക, ഭാഷാപ്രയോഗങ്ങൾ മികവുറ്റതാക്കുക, നൂതന സാങ്കേതിക വിദ്യകളും വിവരങ്ങളും പകർന്നു നൽകുക തുടങ്ങിയവയാണ് AI ടീച്ചറിലൂടെ ലക്ഷ്യമിടുന്നത്. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന വരവൂർ ഗവൺമെന്റ് LP സ്കൂൾ AI ടീച്ചറുടെ വരവോടെ കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VG ദീപു പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗം VK സേതുമാധവൻ, PTA പ്രസിഡന്റ് NS സജീഷ്,
SMC ചെയർമാൻ മണികണ്ഠൻ, MPTA പ്രസിഡന്റ് PR ശ്രുതി, സ്റ്റാഫ് സെക്രട്ടറി MV ദിജി, PTA അംഗം സുധീഷ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വർണ്ണവിസ്മയത്തിൽ മനോഹരിയായി മലമ്പുഴ ഉദ്യാനം. മലമ്പുഴ പുഷ്പോത്സവത്തിന് തുടക്കമായി. പൂക്കളുടെ അഴകും വർണ്ണവൈവിധ്യങ്ങളും കൊണ്ട് സമ്പന്നമായ മലമ്പുഴ പുഷ്പോത്സവം ആരംഭിച്ചു. മലമ്പുഴ ഉദ്യാനത്തിൽ ജലസേചന വകുപ്പും DTPCയും സംയുക്തമായാണ് പൂക്കളുടെ വിസ്മയലോകം സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പുഷ്പോത്സവം ഉദ്ഘാടനം രാവിലെ 11-ന് A. പ്രഭാകരൻ MLA നിർവഹിച്ചു. ആഫ്രിക്കൻ, ഫ്രഞ്ച് മേരി, ഗോൾഡ് എന്നീ ഇനങ്ങളിലുള്ള വിവിധതരം ചെണ്ടുമല്ലികൾ ഷോയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഓർക്കിഡ്, സൂര്യകാന്തി, കോസ്മോസ്, പെറ്റിയൂണിയ, മേരിഗോൾഡ് തുടങ്ങി നിരവധി ഇനത്തിലും നിറങ്ങളിലുമുള്ള പുഷ്പങ്ങൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാതൃകകൾ കൗതുകമുണർത്തുന്നതാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ നിരവധി സന്ദർശകർ ഇത്തവണ പുഷ്പോത്സവം സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 9 മുതൽ രാത്രി 8 വരെയായിരിക്കും പ്രവേശനം. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് പ്രവേശന ഫീസ്. മേളയോടനുബന്ധിച്ച് കലാസാംസ്കാരിക പരിപാടികളും നടക്കും. ജനുവരി 22-ന് പുഷ്പോത്സവം സമാപിക്കും. പുഷ്പോത്സവത്തിൽ വിദേശികളും സ്വദേശികളുമായ വൈവിധ്യമാർന്ന പൂക്കൾ കാണുക മാത്രമല്ല, അവ വാങ്ങാനും സാധിക്കും. 12 നഴ്സറികളിലായി മിതമായ നിരക്കിൽ ചെടികൾ ലഭിക്കും. രുചിയുടെ പുത്തൻകൂട്ടുകളൊരുക്കി ഭക്ഷ്യമേളയും പുഷ്പോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാടിന്റെ തനത് വിഭവങ്ങളും ഗോത്രവിഭവങ്ങളും ഉൾപ്പെടുത്തി 19 വ്യത്യസ്ത ഫുഡ് സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. BJP തൃത്താല മണ്ഡലത്തിന്റെ പ്രസിഡന്റായി അഡ്വക്കേറ്റ് KV മനോജിനെ തെരഞ്ഞെടുത്തു. BJP ദേശീയ കൌൺസിൽ അംഗം V. രാമൻകുട്ടി, സംസ്ഥാന സമിതി അംഗം C. രുക്മിണി, BJP സംസ്ഥാന സമിതി അംഗം NP രാജൻ, ജില്ലാ സമിതി അംഗം P. സുന്ദരൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി K. കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തൃത്താല ഉപജില്ലാ കമ്മിറ്റി പൊതുവിദ്യാലയങ്ങളിലെ LP വിഭാഗം വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. കൂറ്റനാട് ഗ്രീൻ ഗാർഡൻ ടർഫിൽ നടന്ന മത്സരം SBIയുടെ താരം ഫൈസൽ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. KATF തൃത്താല ഉപജില്ലാ പ്രസിഡന്റ് അബ്ദുസമദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെക്രട്ടറി ആരിഫ് സ്വാഗതം പറഞ്ഞു. അധ്യാപകരായ സൽമാൻ കൂടമംഗലം, മുജീബ്, അമീർ, അബൂബക്കർ, അബ്ദുറഹ്മാൻ, റമീസ്, മൻസൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. 16 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ GLP സ്കൂൾ കുമരനെല്ലൂർ വിജയിച്ചു. ALP സ്കൂൾ ഇട്ടോണം റണ്ണറപ്പായി. സമാപന സമ്മേളനം KATF സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. നൂറുൽ അമീൻ ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ കരീം അധ്യക്ഷനായി. പാരാ ഫുട്ബോൾ കേരള ടീം ക്യാപ്റ്റൻ VP ലെനിൻ മുഖ്യാതിഥിയായി. ഹരിനാരായണൻ, ബിജു, ജയദേവൻ, ശോഭ ടീച്ചർ, K. സതി, ഉണ്ണികൃഷ്ണൻ, ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും ഈ മാസം 18-ന് നടക്കും. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 57ാം വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും പൂർവ്വ അധ്യാപക സംഗമവും കലാപരിപാടികളുമാണ് കൊപ്പം ഫെസ്റ്റ് എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ നടത്തുന്നത്. ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിക്കുക. സ്കൂളിലെ പൂർവ്വ അധ്യാപക സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥി സംഗമങ്ങളും മറ്റു പരിപാടികളും ഒക്കെ ഇതിന്റെ ഭാഗമായി മറ്റും നടക്കുന്നുണ്ട്. ഈ അധ്യാപക സംഗമം വളരെ വലിയ ഒരു പ്രത്യേകതയോടുകൂടി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ പുറമെ തന്നെ ഒരു കലാപരിപാടിയോടുകൂടി ഈ പരിപാടി നടത്തണമെന്ന് ഒരു ചർച്ച നടത്തി
നമ്മുടെ ഈ കൈരളി പട്ടുറുമാൽ ഫെയിം ആയ ഷഹജ നേതൃത്വം കൊടുക്കുന്ന ഒരു കലാസന്ധ്യയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഈ സ്കൂളിലെ വിവിധ ഘട്ടങ്ങളിലായിട്ട് പല മേഖലകളിലും മികവ് തെളിയിച്ച അധ്യാപകരെ, മറ്റു വിദ്യാർത്ഥികൾ അവരെയൊക്കെ ഇതിൻ്റെ ഭാഗമായി ആദരിക്കുന്ന പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഈ വിദ്യാലയത്തിൽ നിന്ന് ഈ 57 വർഷത്തിനിടയ്ക്ക് വിവിധ മേഖലകളിൽ പഠനം പൂർത്തീകരിച്ച ഉന്നത മേഖലകളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളെ, മറ്റു മേഖലകളിലുള്ള മുഴുവൻ ആളുകളെയും ഈ 57ാം വാർഷികത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കാനുള്ള. ഉച്ചയ്ക്ക് 2 മണി മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷത വഹിക്കും. VK ശ്രീകണ്ഠൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുപോൾ മുഖ്യാതിഥിയാകും. മറ്റു ജനപ്രതിനിധികളും പരിപാടികളിൽ പങ്കെടുക്കുമെന്നും സ്കൂൾ അധികൃതർ പട്ടാമ്പി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KSF 2025 എന്ന് പറഞ്ഞാൽ ഒപ്പം സ്കൂൾ ഫെസ്റ്റ് 2025 എന്നാണ് അർത്ഥമാക്കുന്നത്. KSF 2025 എന്നതിന്റെ പ്രസക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അക്കാദമിക രംഗത്തും കായിക രംഗത്തും ഏറെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇന്ന് ഈ വിദ്യാലയത്തിനായിട്ടുണ്ട്. കായിക രംഗത്ത് ഉന്നതമായൊരു കായിക സംസ്കാരം സൂക്ഷിക്കുന്ന ഈ വിദ്യാലയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയ കായിക മേളയിൽ നിഖിത എന്ന മിടുക്കിയിലൂടെ അടയാളപ്പെട്ട് കഴിഞ്ഞു. കലാരംഗത്തും ഏറെ ദൂരം മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്കൂൾ പ്രധാനാധ്യാപിക KT ജലജ, മറ്റു അധ്യാപകരായ P സുനിത, PP നസീമ, KP ബാബുരാജ് എന്നിവരാണ് ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്നത്. വിപുലമായ പരിപാടികളോടെയാണ് ഇത്തവണ വാർഷികാഘോഷ പരിപാടികൾ നടത്തുന്നതെന്നും ഇവർ സൂചിപ്പിച്ചു. 2025 ഈ വരുന്ന ജനുവരി 18-ാം തീയതി വളരെ വിപുലമായി ഒപ്പം സ്കൂളിൽ ആഘോഷിക്കപ്പെടുകയാണ്. അതിന്റെ കാര്യപരിപാടികൾ സൂചിപ്പിക്കാൻ രാവിലെ 9:30 മുതലാണ് പൂർവാധ്യാപക സംഗമം നമ്മൾ സംഘടിപ്പിക്കുന്നത്. സ്കൂള് സ്ഥാപിതമായ ആ കാലഘട്ടം മുതൽ ഇതേവരേക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫറായി പോവുകയും അതുപോലെ അവിടുന്ന് മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് പിരിയുകയൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സഹസംഘം ചെയർമാനുമായ P ഉണ്ണികൃഷ്ണൻ, സ്കൂൾ PTA പ്രസിഡന്റ് T കൃഷ്ണകുമാർ, PTA വൈസ് പ്രസിഡന്റ് TK അബ്ദുൾ ഷുക്കൂർ, MPTA പ്രസിഡന്റ് ശ്രീലത, സ്കൂൾ പ്രധാനാധ്യാപിക KT ജലജ, VHSE പ്രിൻസിപ്പൽ T ഷാജി, SMC ചെയർമാൻ TK സാജിദ് തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. നാവിൽ രുചി വൈവിധ്യങ്ങൾ തീർത്ത തൃത്താല ഹൈസ്കൂളിലെ ഭക്ഷ്യമേള. തൃത്താല ഡോക്ടർ KB മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ UP വിഭാഗം വിദ്യാർത്ഥികളാണ് രുചിക്കൂട്ട് എന്ന പേരിൽ ഭക്ഷ്യമേള നടത്തിയത്. ഭക്ഷ്യമേളയിലൂടെ സ്വരൂപിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനാണ് വിദ്യാർത്ഥികൾ ലക്ഷ്യമിടുന്നത്. വിവിധതരം ജ്യൂസുകൾ, സ്നാക്സുകൾ, മറ്റ് നാടൻ പലഹാരങ്ങൾ എന്നിവ ഭക്ഷ്യമേളയിൽ രുചി വൈവിധ്യങ്ങൾ തീർത്തു. ഉത്തരേന്ത്യൻ വിഭവമായ പാനിപൂരിയും മറ്റ് മധുരപലഹാര വിഭവങ്ങളുമായി അധ്യാപകരും ഭക്ഷ്യമേളയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു. രുചിക്കൂട്ടിലൂടെ സമാഹരിച്ച തുക വൃദ്ധസദനത്തിലേക്ക് കൈമാറുമെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ R രാജേഷ് അറിയിച്ചു. കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഒരുങ്ങി. വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് കവിതയുടെ കാർണിവൽ നടത്തുന്നത്. കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിനാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഒരുങ്ങിയിരിക്കുന്നത്. ബഹുജനങ്ങളുടെയും സാഹിത്യാസ്വാദകരുടെയും സജീവ സാന്നിധ്യമാണ് കവിതയ്ക്ക് വേണ്ടി മാത്രമായി നടത്തുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫെസ്റ്റിവലായി കവിതയുടെ കാർണിവലിനെ മാറ്റി തീർത്തിരിക്കുന്നത്. അകം ഏകം അനേകം എന്നതാണ് ഇത്തവണത്തെ കാർണിവലിന്റെ പ്രമേയം. ജനുവരി 17 മുതൽ 19 വരെയാണ് 6 വേദികളിലായി കാർണിവൽ നടക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രമുഖ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും കവിതയുടെ കാർണിവലിൽ പങ്കാളികളാകും. വെള്ളിയാഴ്ച രാവിലെ പൊറാട്ട് നാടക കലാകാരൻ മണ്ണൂർ ചന്ദ്രൻ കവിതയുടെ കാർണിവലിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. കവി സച്ചിദാനന്ദന് ചടങ്ങിൽ ആദരം നൽകും. ആർട്ട് ഗാലറിയുടെ ഔപചാരികമായ ഉദ്ഘാടനം തെക്കേപ്പെരുമണ്ണൂരിലെ വത്സലയും കാർത്തിയേയനെയും നോക്കുകുത്തി ഉണ്ടാക്കിക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുക. തുടർന്നുള്ള ദിവസങ്ങളിലായി കവിതാവതരണം, പ്രഭാഷണം, ഏകപാത്ര നാടകാവതരണം, അന്താരാഷ്ട്ര സെമിനാർ, പുസ്തക പ്രകാശനം ഉൾപ്പെടെയുള്ള പരിപാടികളും നടത്തുന്നുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ധനസഹായത്തോടെ കോമൺ കോളേജിലെ മലയാള വിഭാഗമാണ് കാർണിവലിന് നേതൃത്വം നൽകുന്നത്. ചാലിശ്ശേരി പഞ്ചായത്തിന് കീഴിലുള്ള വായനശാല പ്രവർത്തകരുടെ കൂട്ടായ്മയായ വായനക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സെമിനാറും ഗസൽ സന്ധ്യയും നടത്തി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ വായനശാലകളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ പുരോഗമന കലാസാഹിത്യ സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. വായനക്കൂട്ടം രക്ഷാധികാരി ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി.
ലൈബ്രറി കൗൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി ടി.പി. സത്യനാഥൻ, വയനക്കൂട്ടം രക്ഷാധികാരി കെ. ശശീന്ദ്രൻ, ചെയർമാൻ കെ. പ്രഭാകരൻ, കൺവീനർ ഇ.കെ. മണികണ്ഠൻ, ട്രഷറർ സി.കെ. സന്ദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വായനശാലാംഗം പ്രശസ്ത തബലിസ്റ്റ് സുരേന്ദ്രൻ ചാലിശ്ശേരിയുടെ നേതൃത്വത്തിൽ ഗസൽ ഗായകൻ പാർത്തൻ തൃശൂർ, ഗായിക ആര്യ സുഭാഷ് എന്നിവർ നയിച്ച സംഗീത സന്ധ്യയുമുണ്ടായി. പഴയകാല സിനിമാ ഗാനങ്ങളെ കോർത്തിണക്കിയ ഗാനസന്ധ്യയിൽ ഉസ്താദ് അഹമ്മദ് ഇബ്രാഹിം, മുസ്തഫ പാടൂർ, ബാബു കുമരനെല്ലൂർ, ഷാജു കുന്നംകുളം, കൈരളി ബാബു എന്നീ കലാകാരന്മാർ പിന്നണിയിൽ പ്രവർത്തിച്ചു. ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റ് കൃഷ്ണയുടെ ഗസലും പഴയ സിനിമാ ഗാനവും സദസ്സിൻ്റെ കയ്യടി നേടി. പരിപാടികൾക്ക് ചെയർമാൻ കെ. പ്രഭാകരൻ, കൺവീനർ ഇ.കെ. മണികണ്ഠൻ, ട്രഷറർ സി.കെ. സന്ദീപ് എന്നിവർ നേതൃത്വം നൽകി. ആലൂർ ഒരുമ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി. പരിപാടിയുടെ ഭാഗമായി സാന്ത്വന പരിചരണ സന്ദേശ റാലിയും പരിചരണ പ്രതിജ്ഞയും നടത്തി. പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി. ബാലൻ റാലി ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് വളണ്ടിയർമാരും ആശാപ്രവർത്തകരും, വാർഡ് മെമ്പർ നന്ദകുമാർ, ഒരുമ ചെയർമാൻ എ.പി. കുഞ്ഞപ്പ, സെക്രട്ടറി സജിത് പണിക്കർ, കൺവീനർ എ. ഷമീർ, ട്രഷറർ സുനീത് കുമാർ, പി. അച്ചു, ബാലകൃഷ്ണൻ, പുഷ്പലത തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.